ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹക്കീം പന്തലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വയനാടാണ്. ചൂരൽമലയിലെ നമ്മളെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 105 വീടുകളിലെ 51 വീടുകൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താക്കോൽദാന പ്രമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെത്തിയപ്പോൾ ചുരമൊക്കെ ആകെ ബ്ലോക്ക് ആയതുകൊണ്ട് എത്താൻ സമയം വൈകി. നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എത്തിയത്. എന്നാലും ഇപ്പോൾ സമയം 8-8:30 മണിയാണ്. ഇപ്പോഴും എത്താൻ കഴിയാത്തവരൊക്കെ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ 8:30 മണി, ഏകദേശം 8 മണി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീടൊക്കെ ആരും താമസം തുടങ്ങിയില്ല എന്ന് തോന്നുന്നു. ഇന്ന് താക്കോൽദാനമൊക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ വൈറ്റ് ഗാർഡ് അവരെ ഹലോ, അപ്പോൾ ഞാനിപ്പോൾ സ്റ്റേജിലാണുള്ളത്. ഇവിടെ ആയിരുന്നു പരിപാടി നടന്നിരുന്നത്, താക്കോൽദാനം ചടങ്ങുകളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും നല്ല സൂപ്പറായിട്ടുള്ള വീടുകൾ ഇത് അലങ്കരിച്ച്, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടും ഇതേമാതിരി ലെഫ്റ്റിക്കും റൈറ്റിക്കും ഇതേമാതിരി വീടുകൾ. ഇത് നേരെ എൻട്രൻസ് റോഡും നല്ല സൂപ്പർ വീടുകളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹക്കീം പന്തലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലീഗിൻ്റെ വീട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അവർ നമ്മൾക്ക് നല്ലൊരു കെയറിങ്ങും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ ഇതന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ തന്നെ കൺഫേം ഉറച്ചിട്ട് നിന്നത്. മണ്ണും കല്ലും കുത്തിയൊലിച്ച് പരീക്ഷണ ദുരിതമിറങ്ങിയ ചൂരൽ മലയുടെ ദീനം കേട്ടൊരു നേരത്ത് കരുണക്കൈകൾ നീട്ടിച്ചേർത്ത് കോർത്ത് പിടിക്കാനെത്തിയ മുസ്ലിം ലീഗിൻ കാരുണ്യത്തിൻ തീരത്ത് മണ്ണും കല്ലും കുത്തിയൊലിച്ച് പരീക്ഷണ ദുരിതമിറങ്ങിയ ചൂരൽ മലയുടെ ദീനം കേട്ടൊരു നേരത്ത് കരുണക്കൈകൾ നീട്ടിച്ചേർത്ത് കോർത്ത് പിടിക്കാനെത്തിയ മുസ്ലിം ലീഗിൻ കാരുണ്യത്തിൻ തീരത്ത് പരീക്ഷണ ദുരിതമിറങ്ങിയ ചൂരൽ മലയുടെ ദീനം കേട്ടൊരു നേരത്ത് കരുണക്കൈകൾ നീട്ടിച്ചേർത്ത് കോർത്ത് പിടിക്കാനെത്തിയ മുസ്ലിം ലീഗിൻ കാരുണ്യത്തിൻ തീരത്ത് മണ്ണും കല്ലും കുത്തിയൊലിച്ച് പരീക്ഷണ ദുരിതമിറങ്ങിയ ചൂരൽ മലയുടെ ദീനം കേട്ടൊരു നേരത്ത് കരുണക്കൈകൾ നീട്ടിച്ചേർത്ത് കോർത്ത് പിടിക്കാനെത്തിയ മുസ്ലിം ലീഗിൻ കാരുണ്യത്തിൻ തീരത്ത്. ഹലോ, അപ്പോൾ സമയം ഇപ്പോൾ 9 മണിയായി. ഇപ്പോഴും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നവരൊക്കെ വീടും കണ്ടുകൊണ്ടും പരിസരങ്ങളൊക്കെ കണ്ട് അങ്ങനെ നോക്കിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം നമ്മൾക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല, നേരത്തെ പരിപാടിക്ക് എത്താൻ കഴിഞ്ഞില്ല. അത്രയും ബ്ലോക്കായിരുന്നു സ്ഥലങ്ങളൊക്കെ. പിന്നെ ഒരുപാട് ഈ വരുന്ന ജനങ്ങൾക്കൊക്കെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അതിനൊക്കെ നമ്മളെ പണ്ട് ചൂരൽമലയിൽ ഈ അപകടം ഉണ്ടായെന്ന് ചെയ്ത കാറ്ററിംഗ് അവരാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാ വാഹനങ്ങളുടെ ട്രാഫിക് ഇതൊക്കെ നിയന്ത്രിച്ചതും ഇവിടുത്തെ പരിപാടികളൊക്കെ നിയന്ത്രിച്ചത് നമ്മളെ വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അപ്പോൾ അവർ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പരിപാടി തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവിടെ റോഡിലും ഇതുപോലെ ഇവിടെ പരിപാടി നടക്കുന്നിടത്തും എല്ലാം എത്രയും വാഹനങ്ങളും ജനങ്ങളുമായിരുന്നു ഇതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ മാത്രമാണ്. അപ്പോൾ അവരെത്ര പ്രയത്നിച്ചാലും എത്ര അവരോട് നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 9 മണിയാകുമ്പോൾ ഉള്ളതാണ്. 4 മണിക്കായിരുന്നു പരിപാടി. ഇതൊക്കെ കഴിഞ്ഞ് ഇതിന് ശേഷം ഇവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൽപ്പറ്റ ഇവിടെ നിന്നാണ് നോമ്പ് തുറന്നത്, അവിടെ എത്തിയിട്ടുള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് നോമ്പ് തുറന്നിട്ടതിന് ശേഷമാണ് 8 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഒരു മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ്. ഏതായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും
സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ പരിപാടി നടന്നിരുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്താൻ കഴിയാത്തവരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ബ്ലോക്ക് തീർന്ന് അങ്ങനെ എത്തി. ഇപ്പോൾ അങ്ങോട്ട് ഒക്കെ ഉള്ള ബ്ലോക്കാണ്. ഇപ്പോൾ ഒക്കെ വണ്ടികളൊക്കെ മടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂരൽമലയിലെ മുസ്ലിം ലീഗ് തയ്യാറാക്കിയ താക്കോൽദാനം ഇന്ന് നടത്തിയ 51 വീടുകളുടെ താക്കോൽദാനം നടത്തിയ ആ സ്പോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ബാക്കി 54 വീടും കൂടി കൊടുക്കുന്ന അന്ന് ഇൻഷാ അല്ലാഹ് നേരത്തെ വന്ന് വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹക്കീം പന്തല്ലൂർ ബ്ലോഗ്, അതുപോലെ ഇൻസ്റ്റയിലും ഹക്കീം പന്തല്ലൂർ ബ്ലോഗ്, അതുപോലെ ഫേസ്ബുക്കിൽ അബ്ദുൽ ഹക്കീം പന്തല്ലൂർ, അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് ലാസ്റ്റ്. അവരെ ഇങ്ങനെ കണ്ടപ്പോൾ അവരെ പിന്നെ ഈ വീടുകളിൽ അവർ പോയിട്ടില്ല, ഒരുപാട് ആൾക്കാർ ഇനിയുണ്ട് അവിടെ. അപ്പോൾ അവരെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരോടൊക്കെ അന്വേഷണങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ അതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അവസാനമായിട്ട് ഇവരുടെ കൂടെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല സുന്ദരമായ വീടുകളാണൊക്കെ. അപ്പോൾ ഇതൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ അവരെ വീടായില്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കയറാൻ സാധിച്ചില്ല. നേരത്തൊക്കെ തുറന്നിരുന്നു. ഇപ്പോൾ ഒരു റൂം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് ഈ നിർമ്മാണം നടത്തിയ ആ കമ്പനി പോലെ ഓഫീസ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ഉള്ളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരത്തെ അവരെ ബ്ലോഗർമാരൊക്കെ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഒന്നും കൂടിയും പോകണം അവിടെ കാണാൻ. അപ്പോൾ പിന്നെ അടുത്ത 54 വീട് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പോകണം. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ചൂരൽമലയിലെ വീടുകൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് കമൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇതാണ് ആളുകാർ വന്നും പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴും. ഒക്കെ 8-9 മണി വരെ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു, അതുപോലെ നിസ്കരിക്കാനും. അത് മാത്രമല്ല അവിടെ അടുത്തുള്ള ചർച്ച്, ക്രിസ്ത്യൻ ചർച്ചുകളും അമ്പലത്തിൻ്റെ മുറ്റങ്ങളും ഒക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും നോമ്പ് തുറക്കാനും ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നത്, വാഹനങ്ങൾ നിർത്തിയിടാനും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളെ ചാനൽ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മളെ കുട്ടികൾ, വൈറ്റ് ഗാർഡിൻ്റെ സഹപ്രവർത്തകരാണ്. ഇവരുമായിട്ട് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇതൊക്കെ എടുത്ത് അവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ളവർ ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പോയിരുന്നു. എന്നാലും ബാക്കിയുള്ള അവരൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടെ നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇതൊക്കെ നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ കുട്ടികളാണ് അവിടെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മണ്ണും കല്ലും കുത്തിയൊലിച്ച് പരീക്ഷണ ദുരിതമിറങ്ങിയ ചൂരൽമലയുടെ ദീനം കേട്ടൊരു നേരത്ത് കരുണക്കൈകൾ നീട്ടിച്ചേർത്ത് കോർത്ത് പിടിക്കാനെത്തിയ മുസ്ലിം ലീഗിൻ കാരുണ്യത്തിൻ തീരത്ത് മണ്ണും കല്ലും കുത്തിയൊലിച്ച് പരീക്ഷണ ദുരിതമിറങ്ങിയ ചൂരൽമലയുടെ ദീനം കേട്ടൊരു നേരത്ത് കരുണക്കൈകൾ നീട്ടിച്ചേർത്ത് കോർത്ത് പിടിക്കാനെത്തിയ മുസ്ലിം ലീഗിൻ കാരുണ്യത്തിൻ